ഇതാ നോക്കി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പെരി പെരി ചിക്കൻ ആട്ടോ എൻ്റെ കയ്യിലിരിക്കണേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പെരി പെരി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചിക്കൻ ലെഗാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ ലെഗിലേക്ക് ഒന്ന് നന്നായിട്ട് ആഴത്തിലൊന്നും വരഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി ഒന്ന് ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ നൈഫ് വെച്ചോ നമുക്കൊന്ന് കുത്തി കൊടുക്കുകയും ചെയ്യാം. മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ 3 എണ്ണവും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇപ്പോൾ ദാ ഇവിടെ ഞാൻ 3 ചിക്കനും നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വരഞ്ഞും അപ്പുറത്തെ സൈഡിൽ കത്തി വെച്ച് നന്നായിട്ടൊന്ന് കുത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചെറുതാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത്രയും നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം നമുക്ക്. അതും ഇതുപോലെ തന്നെ ചെറിയ പീസുകളാക്കി നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാൻ ഒരു 8 വറ്റൽമുളകാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കാം. അത് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, മുളക് മാത്രം നമുക്കെടുത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ കുരു അതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്പ്പ് വരും. ഇപ്പോൾ അരമുറി നാരങ്ങ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നമുക്ക് അധികം എരിവ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതി. കാരണം ഇതിൽ വറ്റൽമുളകും കൂടി ഉണ്ടല്ലോ. ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവ് കാണില്ല. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ, നമുക്കിത് അരയ്ക്കാൻ ആവശ്യമുള്ള ഒലിവ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ അവിടെ മസാല നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് ഒന്ന് പറ്റി കൊടുക്കാം. രണ്ട് വശത്തും നമുക്ക് നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കാം. നമ്മൾ ഈ വരഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് മസാല നമുക്കൊന്ന് പറ്റി കൊടുത്ത് ചെയ്യണം. എന്നാലാണ് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളിലേക്കൊന്നും മസാല പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് 3 നമുക്ക് പറ്റിയെടുത്ത് വേഗം കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ 3 ചിക്കനിലേക്കും എല്ലാ മസാലയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സമയമില്ലാത്തവർക്കാണെങ്കിൽ 1 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ചിക്കൻ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്.
നമുക്ക് എയർ ഫ്രയറിലാണെങ്കിൽ കുറച്ചുകൂടി അതൊരു ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കും. അതല്ല നമ്മുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടായാലും കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഒലീവ് ഓയിലായിരിക്കും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇനി നമുക്കപ്പോൾ അത് എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഞാൻ ദാ ഇപ്പോൾ ചിക്കൻ പീസ് എയർ ഫ്രയറിലേക്ക് ഒരു ലൈനിങ് പേപ്പറിൽ ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റ്സ് നമുക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നോക്കി നമ്മുടെ പെരി ചിക്കനൊക്കെ അതേ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ? താങ്ക്